പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിച്ച നിമിഷം അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. കാരണം ദൈവപുത്രൻ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും മനോഹരമായ നിമിഷമാണ്. ഈ ദൈവപുത്രൻ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വസിക്കുകയും 9 മാസത്തിന് ശേഷം പരിശുദ്ധ അമ്മ ഈ ദൈവപുത്രന് ജന്മം നൽകുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണല്ലോ ഡിസംബർ 25-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന ഈശോ മിശിഹായുടെ പിറവി തിരുനാൾ. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്തയെക്കുറിച്ച് സഭാപിതാക്കന്മാര്, പ്രത്യേകിച്ച് സുറിയാനി സഭാപിതാക്കന്മാര് വളരെയേറെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വരുന്നത് ദൈവപുത്രനാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ സ്വർഗം തന്നെയായി മാറിയെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ സ്വർഗത്തിൻ്റെ കവാടമാണ്, സ്വർഗത്തിൻ്റെ വാതിലാണ് പരിശുദ്ധ അമ്മയെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. 2009 ഓഗസ്റ്റ് 12-ാം തീയതിയിലെ പൊതുദർശനത്തിൽ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ മംഗളവാർത്തയെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ദൈവപുത്രന് മനുഷ്യനായി അവതരിക്കുന്നതിന് ദൈവത്തിന് തൻ്റെ ഒരു സൃഷ്ടിയുടെ പൂർണ്ണമായ സമ്മതം ആവശ്യമായിരുന്നു. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ദൈവിക സന്ദേശം എത്തിച്ച നിമിഷത്തിൽ പരിശുദ്ധ അമ്മയുടെ യെസ്സിനായിട്ട്, പരിശുദ്ധ അമ്മയുടെ സമ്മതത്തിനായിട്ട് സ്വർഗവും ഭൂമിയും കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമായിരുന്നു. ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശത്തിന് പരിശുദ്ധ അമ്മ പൂർണ്ണമായിട്ടും സമ്മതം നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവികമായ വെളിപാടാണ് ഗബ്രിയേൽ മാലാഖ വഴി തനിക്ക് ലഭിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം നേരിട്ടും തൻ്റെ മാലാഖമാർ വഴിയായിട്ടും തൻ്റെ സന്ദേശങ്ങൾ നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ഗബ്രിയേൽ മാലാഖ തന്നെയാണ് സക്രിയയുടെ മുൻപിലും പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ പുരോഹിതനായ ആ സക്രിയയ്ക്ക് ഗബ്രിയേൽ മാലാഖ വഴി ലഭിച്ച ദൈവിക സന്ദേശം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം ഊമനായിട്ട് മാറി. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആദത്തിനും ഹവ്വായിക്കും ദൈവം തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം പറയുന്നു, നന്മ തിന്മകളുടെ അറിവ് നൽകുന്ന ഈ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നിങ്ങൾ കഴിക്കരുത്. എന്നാൽ സർപ്പത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട സാത്താന്റെ പ്രലോഭനത്തിൽ വീണുപോയിക്കൊണ്ട് ആദവും ഹവ്വായും പാപത്തിലോട്ട് വീഴുകയാണ്. ഈ ദൈവിക വെളിപാടുകൾ നോക്കുമ്പോൾ ആദത്തിനും ഹവ്വായിക്കും അതുപോലെ സക്രിയയ്ക്കും ലഭിച്ച ദൈവിക വെളിപാടുകൾ മനുഷ്യന് മനസ്സിലാക്കുവാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു, ഗ്രാഹ്യമായ കാര്യങ്ങളായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ദൈവിക പദ്ധതിക്ക് മറുതളിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ദൈവിക വെളിപാട് അതത്ര ഗ്രാഹ്യമായ കാര്യമായിരുന്നില്ല. എന്നിരുന്നാലും ദൈവഹിതത്തോട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് 100% വിശ്വസ്ത പുലർത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ദൈവപുത്രന് ജന്മം നൽകുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത്. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവം നേരിട്ടും അതുപോലെ തന്നെ കൂദാശകളിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ദൈവിക മനുഷ്യരുടെയുമെല്ലാം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ദൈവിക പദ്ധതി, ദൈവത്തിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അത് അനുവർത്തിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ സാത്താനും തൻ്റെ പ്രലോഭനങ്ങൾ നമുക്ക് നൽകാറുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ട് ദൈവഹിതം നടപ്പിലാക്കുവാനായിട്ട് ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിച്ച് ജീവിക്കുവാനായിട്ട് ഈ മംഗളവാർത്ത തിരുനാൾ നമ്മളെ സഹായിക്കണം.